ഡേറ്റുകൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് അതൊരു പ്രതിസന്ധിയല്ലേ? അതാണ് ദുരന്തബാധിതർ ചോദിക്കുന്ന ചോദ്യം. ഒരു പ്രതിസന്ധിയും ആ കാര്യത്തിലില്ല സുർജിത്തെ, അതൊരു പ്രതീക്ഷയാണ്. സ്വാഭാവികമായിട്ടും ഊരാളുങ്കൽ 15-നകം വീട് കൈമാറാം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ത് പറയണം? മെയ് 15-ന് കൈമാറാൻ പറ്റൂ എന്ന് പറയണോ? ഏപ്രിൽ 15-നകം വീടുകൾ കൈമാറാം എന്നവർ പറഞ്ഞത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ അവരോട് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്നലെ നമ്മളൊരു വീട് കൂടലിന് കൂടിയല്ലോ, ഇന്നലെ നമ്മളെല്ലാവരും വയനാട്ടുകാർ. ആ വീട് തീർക്കാൻ എന്നാ ഉദ്ദേശിച്ചിരുന്നത്? അത് നമ്മുടെ പ്രസ് ക്ലബ് സെക്രട്ടറിയോട് ചോദിച്ചാലറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട് പണിയിൽ ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടാവുക ശരിയാണ്. ഒരാൾ സ്വകാര്യമായി പണിയുന്നത് പോലെയാണോ ഇത് പണിയുന്നതെന്ന് ചോദിച്ചാലല്ല. പക്ഷേ ഈ ത്രികക്ഷി കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസി പറഞ്ഞ ഡേറ്റാണ് ഇവിടെ പറഞ്ഞത്. ഒരു 15 ദിവസം കൂടി അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി. കൂടിയാൽ ഒരു 10 ദിവസം കൂടി ഞങ്ങൾ കൂട്ടുന്നു. അവർ പറഞ്ഞ ഡേറ്റിൽ തന്നില്ലെങ്കിലോ എന്ന പേടിയിൽ ഒരു 10 ദിവസം കൂടി ഞങ്ങൾ കൂട്ടിയാലും ഇത്തിരി ദിവസങ്ങൾ അതിന് വൈകിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ ബംഗാളിലെയും പിന്നെ അസമിലെയും കേരളത്തിലെയും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ കുഴപ്പങ്ങളാണ്. ഈ 102 വീടുകൾ ഇന്നേക്ക് പൂർത്തിയാക്കിയത് കിഫ്കോണുമായി രാവിലെ ഞാൻ ആലോചിച്ചു. 3 ദിവസം കൊണ്ട് അവർ അത് വെരിഫൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന 76 വീടുകൾ പൂർത്തീകരിച്ച ഉടനെ തന്നെ 3 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. FTR ആണ് റോഡുകൾ പണിയുന്നത്. അതുകൊണ്ട് നാളെ വേണമെങ്കിൽ താമസിക്കാം എന്ന് ഞങ്ങൾ പറയാത്തത് അതിൻ്റെ പൊടി ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ദിവസക്കാലം കൂടി കാത്തിരിക്കുകയായിരിക്കും അക്കാര്യത്തിൽ നല്ലത്. ദുരന്തബാധിതരോടും പ്രത്യേകിച്ച് ഫസ്റ്റ് ലിസ്റ്റിൽപ്പെട്ട ഈ വീട് കൊടുക്കാമെന്ന് പറഞ്ഞവരോടുമുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു നിലവാരത്തിലും കേരളം പിൻവലിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളാരും കൊട്ടി ആഘോഷിക്കപ്പെടുന്നതല്ല. ഇത് കേരളത്തിൻ്റെ ഒരവകാശമാണ്. ലോകത്തെവിടെയും ഇല്ലാത്ത, ഇന്ത്യയിലെവിടെയും ഇല്ലാത്ത ഒരു ലോക മാതൃകയാണ് നമ്മൾ കൈവരിച്ചത് എന്നുള്ളത് മലയാളിക്ക് ആകെ അംഗീകരിക്കാവുന്ന ഒന്നാണ് എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വലിയ വിവാദമായതാണ്. ശ്രുതിയുടെ വീട് ഇലക്ഷൻ സമയത്ത് വലിയ വിവാദമായി, മന്ത്രിസഭാ യോഗം തള്ളി എന്നൊക്കെ. അതിനെക്കുറിച്ച് എന്താ പറയുക? ഇല്ല, മന്ത്രിസഭാ യോഗം ഞാൻ നേരത്തെ ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ചോദിച്ചാണ് ആ പേരുകളൊന്ന് പറയാൻ വേണ്ടി. അവിടെ ശ്രുതിയുടെ വീട് മാത്രമായിട്ട് ഒരു തള്ളലും ഉണ്ടായില്ല. ക്യാബിനറ്റിൻ്റെ മുമ്പാകെ 10-ാം തീയതി 3 പേരുടെ ഇവിടെ നിന്ന് 15 ലക്ഷം രൂപ മേടിച്ചു പോയ 104 പേരിൽ 3 പേരുടെ ശ്രുതി ഉൾപ്പെടെ 3 പേരുടെ വീടുകൾ തിരിച്ചിവിടേക്ക് വരണം, 15 ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ വന്നിട്ടുണ്ട് എന്ന് ക്യാബിനറ്റിനെ അറിയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും 104 പേർ അങ്ങനെ പണം മേടിച്ചു പോയവരാണ്. അവരെല്ലാവരും വലിയ നിലവാരത്തിൽ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം, പലരും പറ്റിച്ചതും കബളിപ്പിച്ചതുമൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ അഗ്രിമെൻറ്റിൽ ഇനി ഇത് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് എഴുതിയതുകൊണ്ട് തിരിച്ചു വരുന്നതിൽ വിരോധമില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു വരുന്നത് എന്നുള്ളതിൻ്റെ ഉചിതമായൊരു കാരണം രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി വരുമ്പോൾ ക്യാബിനറ്റിന് അത് അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തള്ളിയില്ല. ആ കാര്യം താൽക്കാലികമായിട്ട് ദുരന്ത നിവാരണ വകുപ്പിനോട് തന്നെ ആ ക്യാബിനറ്റ് അജണ്ട പിൻവലിച്ച് എന്താണ് ഇങ്ങനെ പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അപേക്ഷ വരാനുണ്ടായ കാരണം, എന്തുകൊണ്ടാണ് തിരിച്ച് പോകുന്നു എന്ന് പറഞ്ഞ 15 ലക്ഷം രൂപ മേടിച്ച് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെ തിരിച്ചു പോകാതെ ഈ ആവശ്യം തന്നെ പിന്നെ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രേഖാമൂലം ഒന്ന് അറിയിക്കണം എന്ന് ദുരന്ത നിവാരണ വകുപ്പിനോട് അത് അന്വേഷിച്ച് പിന്നെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ആ കാര്യത്തിലുള്ളൂ. അത് ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അപേക്ഷ പൂർണ്ണമായി തള്ളിയതല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ശ്രുതിയുടെ കാര്യത്തിൽ ഈ ഗവൺമെൻറ് എടുത്തതുപോലെ ഗൗരവമായൊരു ഇടപെടൽ മറ്റാരാണ് എടുത്തിട്ടുള്ളത്? വീട്ടുകാർ മാത്രമല്ല, പ്രതിഷ്ഠിത വരൻ കൂടി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അവർക്ക് ജോലി കൊടുക്കാൻ, റവന്യൂ വകുപ്പിൽ തന്നെ ജോലി കൊടുക്കാൻ എല്ലാ മുൻഗണനകളും മറികടന്നുകൊണ്ട് എടുത്താണ്. ഞാൻ ആ പേരുകളൊന്ന് നോക്കിയതാണ്. ഒന്ന് ശ്രീമതി ഖദീജ പറമ്പിൽ വീട്, 2 ആയിഷ പാലോക്കാടൻ, 3 ശ്രുതി. ഈ 3 പേരാണ് ഈ കാര്യത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ആ 3 ഞങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടില്ല. ഉചിതമായ കാരണം ബോധ്യപ്പെടുത്താൻ അന്വേഷിച്ച് ദുരന്ത നിവാരണ വകുപ്പ് തന്നെ അത് പിൻവലിച്ചു.